വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ടോപ്പിക്കാണ്, ഒരു ഫുൾ ടോപ്പിക്കാണ് ഉത്തര മഹാസമതലം, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ. അതായത് ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ജോഗ്രഫിയിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഏത് ടോപ്പിക് തന്നെയാണ്? ഈ ഉത്തര മഹാസമതലമാണ്. ചെറിയ ടോപ്പിക്കാണ്, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. ഒരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. സോ ഈ ഉത്തര മഹാസമതലം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ റെഫറൻസിന് എടുക്കേണ്ടത് SCERT സ്കൂൾ ടെക്സ്റ്റ് ആണ്. SCERT സ്കൂൾ ടെക്സ്റ്റിലെ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ, അതാണ് നമ്മൾ റെഫറൻസിൽ എടുക്കേണ്ടത്. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്കൂൾ ടെക്സ്റ്റിലെ എല്ലാ പോയിന്റ്സും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മുന്നിലേക്ക് പോവാം. സോ നോക്കുക, ഈ ഉത്തര മഹാസമതലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ സ്കൂൾ ടെക്സ്റ്റിനകത്തെ ആ ഫിഗറിൽ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ഇത്രയും ഭാഗമാണ് ഉത്തര മഹാസമതലം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദാ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ദാ ഇങ്ങനെ 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 പോയിട്ട് താഴേക്ക് വന്ന് ദാ ഇത്രയും റീജൻ മൊത്തം ഏതാണ്? യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ഇത്രയും ഭാഗമാണ് ഉത്തര മഹാസമതലം. ഓക്കെ, അപ്പൊ ഈ ഉത്തര മഹാസമതലത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരൂപം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരൂപം ആരാണത്? ഉത്തര മഹാസമതലമാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂരൂപം ഉപദ്വീപീയ പീഠഭൂമിയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരൂപം ഈ ഉത്തര മഹാസമതലമാണ്. വിസ്തീർണം വന്നിട്ട് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉത്തര മഹാസമതലത്തിന്റെ വിസ്തീർണം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരൂപമാണ്. മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും പുതുതായി രൂപം കൊണ്ട ഭൂരൂപം, ഇന്ത്യയിലെ ഏറ്റവും പുതുതായി രൂപം കൊണ്ട ഭൂരൂപം അതും ആര് തന്നെയാണ്? ഉത്തര മഹാസമതലമാണ്. ഹിമാലയം ഉണ്ടായി. ഹിമാലയൻ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ്, ഹിമാലയൻ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് ആര് രൂപം കൊണ്ടത്? ഈ ഉത്തര മഹാസമതലം രൂപം കൊണ്ടത്. സോ ഹിമാലയൻ റിവേഴ്സിന്റെ ഡെപ്പോസിഷണൽ ആക്ടിവിറ്റിയുടെ ഫലമായിട്ടാണ് ഉത്തര മഹാസമതലം രൂപം കൊണ്ടത്. ഒരിക്കൽ കൂടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരൂപം ഉത്തര മഹാസമതലം, വിസ്തീർണം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും പുതുതായി രൂപം കൊണ്ട ഭൂരൂപം ഉത്തര മഹാസമതലമാണ്. ഹിമാലയൻ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് ഉത്തര മഹാസമതലം രൂപം കൊണ്ടത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ഭൂരൂപം ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ഈ ഉത്തര മഹാസമതലമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഫലഭൂവിഷ്ടമായ ഭൂപ്രദേശം, ഇന്ത്യയിലെ ഏറ്റവും അധികം ഫലഭൂവിഷ്ടമായ ഭൂപ്രദേശം ഉത്തര മഹാസമതലമാണ്. ഒരു സ്ഥലത്ത് ഫലഭൂവിഷ്ടി കൂടുതലാണെങ്കിൽ അവിടെ കൃഷി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും അധികം കൃഷിയുള്ള ഭൂപ്രദേശം അതും ആര് തന്നെയാണ്? ഉത്തര മഹാസമതലമാണ്. സോ ഇന്ത്യയിലെ ഏറ്റവും അധികം ഫലഭൂവിഷ്ടമായ ഭൂപ്രദേശം, ഇന്ത്യയിലെ ഏറ്റവും അധികം കൃഷിയുള്ള ഭൂപ്രദേശം. ഒരു സ്ഥലത്ത് ഫലഭൂവിഷ്ടി കൂടുതലാണ്, കൃഷി കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ ജനസംഖ്യയും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. സോ ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഭൂപ്രദേശം ഈ ഉത്തര മഹാസമതലമാണ്. ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇന്ത്യൻ കാർഷിക രംഗത്തിന്റെ നട്ടെല്ലെന്നും അറിയപ്പെടുന്നു. സോ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ, അല്ലെങ്കിൽ ഇന്ത്യൻ കാർഷിക രംഗത്തിന്റെ നട്ടെല്ലെന്നറിയപ്പെടുന്നതും ആരാണ്? ഈ ഉത്തര മഹാസമതലമാണ്. ക്ലിയർ ആണ്. മാത്രമല്ല, ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതും ഈ ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഈ ഉത്തര മഹാസമതലമാണ്. 3 പോയിന്റ്സ് ഒന്ന് പറഞ്ഞേ. ഒന്ന്, ഇന്ത്യൻ കാർഷിക രംഗത്തിന്റെ നട്ടെല്ലെന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ നട്ടെല്ലെന്നറിയപ്പെടുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഉത്തര മഹാസമതലമാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ മനസ്സിലാക്കുക, ഈ ഉത്തര മഹാസമതലത്തിന്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഉത്തര മഹാസമതലത്തിന്റെ ഇന്ത്യയിലെ ടോട്ടൽ ലെങ്ത് അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതായത് ഉത്തര മഹാസമുദ്രത്തിന്റെ ആകെ നീളം 3200 കിലോമീറ്റർ ആണ് ആകെ നീളം. അവിടെ മനസ്സിലാക്കുക, ഇന്ത്യയിലെ ആകെ നീളം വന്നിട്ട് 2400 കിലോമീറ്റർ ആണ്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഏത് പഠിച്ചാൽ മതി? 2400 പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഉത്തര മഹാസമുദ്രത്തിന്റെ ഇന്ത്യയിലെ ആകെ നീളം 2400 കിലോമീറ്റർ ആണ് ലെങ്ത് വരുന്നത്. മാത്രമല്ല, വിസ്തീർണം നമ്മൾ നോക്കുകയാണെങ്കിൽ വിസ്തീർണം വന്നിട്ട് 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെ, 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ് ഉത്തര മഹാസമുദ്രത്തിന്റെ വീതി വരുന്നത്. 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെ. മാത്രമല്ല, ഏതാണ്ട് ഒരു 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെ ആഴത്തിലാണ്, 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെ ആഴത്തിലാണ് ഈ ഉത്തര മഹാസമുദ്രം വ്യാപിച്ചിരിക്കുന്നത്. ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലായാണ് ഈ ഉത്തര മഹാസമുദ്രം വ്യാപിച്ചിരിക്കുന്നത്? അപ്പോൾ മനസ്സിലാക്കുക, ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഉത്തര മഹാസമുദ്രം വ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിലായിട്ട്
ഉത്തര മഹാസമുദ്രം വ്യാപിച്ചിരിക്കുന്നു പ്രധാനമായിട്ടും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യേണ്ടി വരും. പക്ഷേ പ്രധാനമായിട്ടും 7 സംസ്ഥാനങ്ങളിലാണ് ഉത്തര മഹാസമുദ്രം വ്യാപിച്ചിരിക്കുന്നത്. ആ 7 സംസ്ഥാനങ്ങളാണ്: ഒന്ന് രാജസ്ഥാൻ, രണ്ടാമത്തേത് പഞ്ചാബാണ്, മൂന്നാമത്തേത് ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, പിന്നെ ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ. ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, പിന്നെ ആസാം. ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആസാം, അങ്ങനെ 7 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ ഉത്തര മഹാസമതലം വ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ ആണ്. ഇത്രയും കിട്ടിയായിരുന്നു. ഇനി നെക്സ്റ്റ് വൺ. നമുക്ക് ഈ ഉത്തര മഹാസമുദ്രത്തെ 2 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ലോഞ്ചിറ്റ്യൂഡിലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ലാറ്റിറ്റ്യൂഡിലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെ ഓരോ ഡിവിഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആദ്യം മനസ്സിലാക്കാം, നദികളുടെ നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നദികളുടെ നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉത്തര മഹാസമതലത്തെ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ നദികളുടെ നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമതലത്തെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തേത് രാജസ്ഥാൻ സമതലമാണ്. ഒന്നാമത്തേത് വന്നിട്ട് രാജസ്ഥാൻ സമതലം. രാജസ്ഥാൻ സമതലം, അല്ലെങ്കിൽ ഈ രാജസ്ഥാൻ സമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മരുസ്ഥലി ബാഗർ എന്നൊക്കെ അറിയപ്പെടുന്നു. മരുസ്ഥലി ബാഗർ എന്നൊക്കെ അറിയപ്പെടുന്നു. സോ രാജസ്ഥാൻ സമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മരുസ്ഥലി ബാഗർ എന്നൊക്കെ അറിയപ്പെടുന്നു. അവിടെ മനസ്സിലാക്കുക, അതായത് രാജസ്ഥാൻ സമതലത്തിൽ കൂടുതലും എന്താണ്? താർ മരുഭൂമിയാണ്. ഓക്കെ, താർ മരുഭൂമിയാണ് രാജസ്ഥാൻ സമതലം. സോ ഈ താർ മരുഭൂമി, അതായത് മരുസ്ഥലി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു ഡെസേർട്ട് റീജിയനാണ്. അതായത് താർ മരുഭൂമിയുടെ എക്സ്ട്രീം ആയിട്ടുള്ള ഡെസേർട്ട് റീജിയൻ ഒക്കെ വരുന്നത് മരുസ്ഥലിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ രാജസ്ഥാൻ സമതലത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മരുസ്ഥലി ബാഗർ. അത് കഴിഞ്ഞ് മരുസ്ഥലി ഈസ് എ ഡെസേർട്ട് റീജിയൻ. മരുസ്ഥലി എന്താണ്? ഒരു മരുഭൂമി പ്രദേശമാണ്. എന്നാൽ ബാഗർ നോക്കുകയാണെങ്കിൽ ബാഗർ ഒരു സെമി ഡെസേർട്ട് റീജിയനാണ്. സോ മരുസ്ഥലി ഈസ് എ ഡെസേർട്ട് റീജിയൻ ആൻഡ് ബാഗർ ഈസ് എ സെമി ഡെസേർട്ട് റീജിയൻ. മരുസ്ഥലി ഒരു മരുഭൂമി പ്രദേശമാണ്, ബാഗർ ഒരു സെമി ഡെസേർട്ട് റീജിയനാണ്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ദാ ഈ കാണുന്ന ഇത്രയും ഭാഗം ഹൈലൈറ്റർ ആയിട്ട് മാർക്ക് ചെയ്യാം. ദാ ഇവിടെ ഈ കാണുന്ന ഇത്രയും ഭാഗം വന്നിട്ട് ആരാണത്? നമ്മുടെ മരുസ്ഥലി ബാഗറാണ്. ഓക്കെ, മരുസ്ഥലി ബാഗർ അല്ലെങ്കിൽ രാജസ്ഥാൻ സമതലം. ഇതിൽ മരുസ്ഥലി ഒരു ഡെസേർട്ട് റീജിയനാണ്, ബാഗർ എന്താണ്? ഒരു സെമി ഡെസേർട്ട് റീജിയനാണ്. നെക്സ്റ്റ് വൺ, എങ്ങനെയാണ് ഈ മരുസ്ഥലി ബാഗർ രൂപം കൊണ്ടത്? മനസ്സിലാക്കാം. ലൂണി നദിയുടെയും സരസ്വതി നദിയുടെയും നിക്ഷേപത്തിന്റെ ഫലമായിട്ട്, ലൂണി നദിയുടെയും സരസ്വതി നദിയുടെയും നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് ആര് രൂപം കൊണ്ടത്? മരുസ്ഥലി ബാഗർ രൂപം കൊണ്ടത്. ഓക്കെയാണ്. അടുത്ത രണ്ടാമത്തേത് പഞ്ചാബ് ഹരിയാന സമതലം. സോ രണ്ടാമത്തേത് വന്നിട്ട് പഞ്ചാബ് ഹരിയാന സമതലം. പഞ്ചാബ് ഹരിയാന സമതലം. സോ ഈ പഞ്ചാബ് ഹരിയാന സമതലം രൂപം കൊണ്ടത് എങ്ങനെ? പഞ്ചാബ് ഹരിയാന സമതലം രൂപം കൊണ്ടത് സിന്ധുവിന്റെ പോഷക നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ട്. സിന്ധുവിന്റെ പോഷക നദികളായ സത്ലജ്, ബിയാസ്, രവി, ചിനാബ്, ചലം, ഈ 5 നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് സത്ലജ്, ബിയാസ്, രവി, ചിനാബ്, ചലം, പിന്നെ സിന്ധു, ടോട്ടൽ 6 നദികൾ. ഇത്രയും നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് ആര് രൂപം കൊണ്ടത്? പഞ്ചാബ് ഹരിയാന സമതലം രൂപം കൊണ്ടത്. അപ്പോൾ സിന്ധുവിന്റെ പോഷക നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം രൂപം കൊണ്ടത്. ഇനി അത് കഴിഞ്ഞ് മൂന്നാമത്തേത് ഗംഗാ സമതലമാണ്. മൂന്നാമത്തേത് വന്നിട്ട് ഗംഗാ സമതലം. അപ്പോൾ ഗംഗാ സമതലം നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലുതാണ്. ഏതാണ്ട് ഒരു 3.25 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. എന്ന് വെച്ചാൽ ഈ ഉത്തര മഹാസമതലത്തിന്റെ പകുതിയേക്കാളും കൂടുതൽ ഈ ഇത്രയും വിസ്തീർണം വരുന്ന ഒരു പ്രദേശമാണ് ഗംഗാ സമതലം. ഗംഗാ സമതലം ഉത്തര മഹാസമുദ്രത്തിന്റെ ഏറ്റവും വലിയ ഡിവിഷനാണ്. ഓക്കെ, ഈ കാണുന്ന ഇത്രയും ഭാഗം മൊത്തം ഗംഗാ സമതലമാണ്. സോ ഗംഗാ സമതലം എങ്ങനെ രൂപം കൊണ്ടു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഗംഗയുടെ പോഷക നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് ഗംഗാ സമതലം രൂപം കൊണ്ടത്. ഗംഗയുടെ പോഷക നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ട് ഗംഗാ സമതലം രൂപം കൊണ്ടു. അപ്പോൾ ഈ ഗംഗാ സമതലം പ്രധാനമായിട്ടും വരുന്നത് ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, പിന്നെ ഉത്തരാഖണ്ഡിന്റെ കുറച്ച് പോർഷൻസ്, ഹരിയാനയുടെ കുറച്ച് പോർഷൻസ്, ഇതൊക്കെ ഗംഗാ സമതലത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ഡിവിഷനാണ് ഗംഗാ സമതലം. ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ഡിവിഷനാണ് ഗംഗാ സമതലം. ആ ഗംഗാ സമതലത്തെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഗംഗാ സമതലത്തെ 3ആയി തിരിച്ചിരിക്കുന്നു. ഒന്ന് ഉപരി ഗംഗാ സമതലം അല്ലെങ്കിൽ അപ്പർ ഗംഗാ സമതലം. ദാ ഈ കാണുന്ന ഈ ഒരു വയലറ്റ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ഉപരി ഗംഗാ സമതലം അല്ലെങ്കിൽ അപ്പർ ഗംഗാ സമതലം. രണ്ടാമത്തേത് മധ്യ ഗംഗാ സമതലം അല്ലെങ്കിൽ മിഡിൽ ഗംഗാ സമതലമാണ്. മിഡിൽ ഗംഗാ സമതലം.
മൂന്നാമത്തേത് കീഴ് ഗംഗാ സമതലം അല്ലെങ്കിൽ ലോവർ ഗംഗാ സമതലം. അങ്ങനെ ഗംഗാ സമതലത്തെ പ്രധാനമായിട്ടും എത്രയായി തിരിച്ചിരിക്കുന്നു? മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് അപ്പർ ഗംഗാ സമതലം, രണ്ട് മിഡിൽ ഗംഗാ സമതലം, മൂന്ന് ലോവർ ഗംഗാ സമതലം. അതായത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശിന്റെ ഒരു പകുതി ഭാഗം അതൊക്കെ അപ്പർ ഗംഗാ സമതലത്തിന്റെ ഭാഗമാണ്. ഉത്തർപ്രദേശിന്റെ ബാക്കി പകുതി പിന്നെ ബീഹാറിന്റെ പോർഷൻസ് ഒക്കെ തന്നെ ആരുടെ ഭാഗമാണ്? മധ്യ ഗംഗാ സമതലത്തിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് വെസ്റ്റ് ബംഗാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ ആരുടെ ഭാഗമാണ്? ലോവർ ഗംഗാ സമതലത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഗംഗാ സമതലത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു? മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ഗംഗയുടെ പോഷക നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് രൂപം കൊണ്ടത്. ഉത്തര മഹാസമതലത്തിലെ ഏറ്റവും വലിയ ഡിവിഷൻ ആരാണത്? ഗംഗാ സമതലമാണ്. നെക്സ്റ്റ് നാലാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ നാലാമത് ബ്രഹ്മപുത്ര സമതലമാണ്. നാലാമത്തേത് ബ്രഹ്മപുത്ര സമതലം. ഈ ബ്രഹ്മപുത്ര സമതലം രൂപം കൊണ്ടത് ബ്രഹ്മപുത്രയുടെ പോഷക നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ട് ബ്രഹ്മപുത്രയുടെ പോഷക നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് ബ്രഹ്മപുത്ര സമതലം രൂപം കൊണ്ടത്. ഈ ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഏറിയ ഭാഗവും സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ കൂടുതൽ പോർഷനും എവിടെ സ്ഥിതി ചെയ്യുന്നത്? ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പ്രദേശം ഗംഗാ ബ്രഹ്മപുത്ര സമതലമാണ്. സോ ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പ്രദേശം ആരാത്? ഗംഗാ ബ്രഹ്മപുത്ര സമതലമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പ്രദേശം. ക്ലിയർ ആണ്. അങ്ങനെ നദികളുടെ നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തര മഹാസമതലത്തെ നാലായിട്ട് തിരിച്ചിരിക്കുന്നു: രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം. ക്ലിയർ ആണ്. നെക്സ്റ്റ് മനസ്സിലാക്കുക ഈ ഉത്തര മഹാസമതലത്തിന്റെ ഒരു പ്രത്യേകത. ഈ ഉത്തര മഹാസമതലത്തിൽ ഒരുപാട് എക്കൽ വീശരികൾ കാണപ്പെടുന്നു. ഒത്തിരി എക്കൽ വീശരികൾ എവിടെ കാണപ്പെടുന്നു? ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ എക്കൽ വീശരി എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും, അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഹിമാലയമാണെന്ന് സങ്കല്പിക്കാം, നമ്മുടെ ശിവാലിക്കാണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ നദികൾ ഇങ്ങനെ വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നു? ഹിമാലയത്തിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്നു. നദികൾ വളരെ വേഗത്തിൽ ഹിമാലയത്തിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്നു. പക്ഷേ ഈ ശിവാലിക്കിന് താഴെ എന്താണ്? സമതലമാണ്, പ്ലെയിൻസ് ആണ്, ഉത്തര മഹാസമതലമാണ്. ആ സമതലത്തിലെത്തുമ്പോൾ എന്ത് ചെയ്യും? നദിയുടെ വേഗത കുറയും. നമുക്കറിയാം ഒരുപാട് നിക്ഷേപങ്ങളെ വഹിച്ചുകൊണ്ടാണ് ഈ നദികൾ താഴേക്ക് വരുന്നത്. സോ നദികൾ കൊണ്ടുവരുന്ന ഈ എക്കലിനെ ഈ അലൂവ്യത്തെ സ്പീഡ് കുറയുമ്പോൾ ഉത്തര മഹാസമുദ്രത്തിലെ എന്ത് ചെയ്യുന്നു? സ്പീഡ് കുറയുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഈ പ്രദേശത്ത് ഉത്തര മഹാസമുദ്രത്തിൽ ഇങ്ങനെ ഇതിനെ വീശറിയുടെ ഷേപ്പിൽ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിനെ ഫാൻ ഷേപ്പിൽ അല്ലെങ്കിൽ വീശറിയുടെ ഷേപ്പിൽ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ലാൻഡ് ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ എക്കൽ വീശറികൾ അല്ലെങ്കിൽ അലൂവിയൽ ഫാൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഉത്തര മഹാസമുദ്രത്തിൽ ധാരാളം എന്ത് കാണപ്പെടുന്നു? എക്കൽ വീശറികൾ കാണപ്പെടുന്നു, അലൂവിയൽ ഫാൻസ് കാണപ്പെടുന്നു. ക്ലിയർ ആണ്. മാത്രമല്ല ഇവിടെ ധാരാളം ഓക്സ്ബോ തടാകങ്ങളും കാണപ്പെടുന്നു. ഈ ഉത്തര മഹാസമുദ്രത്തിൽ ധാരാളം എന്തും കാണപ്പെടുന്നു? ഓക്സ്ബോ ലേക്കുകളും കാണപ്പെടുന്നു. ഓക്സ്ബോ തടാകം ഓക്സ്ബോ തടാകം എന്ന് വെച്ചാൽ എന്താണ്? ഈ ഓക്സ്ബോ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കാളയുടെ കുറുക്കിലുള്ള മുഴ പോലെ ഓക്സിന്റെ ബോ ഷേപ്പിലുള്ള തടാകം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സ്ബോ ലേക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത്. നോക്കുക, ഈ ഓക്സ്ബോ ലേക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു നദി നേരെ ഇങ്ങനെ ഒഴുകുകയാണെന്ന് സങ്കല്പിക്കാം. അതായത് ഹിമാലയത്തിൽ നിന്നൊരു നദി താഴേക്ക് ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ഈ നദി നേരെ വളരെ വേഗത്തിൽ വരുന്ന നദി നേരെ എങ്ങോട്ട് വരുന്നു? ഉത്തര മഹാസമുദ്രത്തിലേക്ക് വരുന്നു. അപ്പോൾ ഉത്തര മഹാസമുദ്രത്തിൽ വരുമ്പോൾ നദിയുടെ വേഗത എന്ത് ചെയ്യും? അങ്ങ് കുറയും. നദിയുടെ വേഗത കുറഞ്ഞിട്ട് ഇതിങ്ങനെ റാ ഷേപ്പിൽ ഇങ്ങനെ വളഞ്ഞൊഴുകും. റാ ഷേപ്പിൽ ഇങ്ങനെ വളഞ്ഞൊഴുകും. റാ ഷേപ്പിൽ ഇങ്ങനെ എന്ത് ചെയ്യും? വളഞ്ഞൊഴുകും. എന്നിട്ട് പിന്നീട് നദിയിൽ വെള്ളം കൂടുന്ന സമയത്ത് നദി അതിൻ്റെ പഴയ ഡിറക്ഷൻ എന്ത് ചെയ്യും? വീണ്ടെടുക്കും. പഴയ ഒഴുകിയ ആ ഒരു ചാല് വീണ്ടെടുത്തിട്ട് നേരെ ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഇത്രയും പോർഷൻ നേരത്തെ ഈ റാ ഷേപ്പിൽ വളഞ്ഞൊഴുകിയ അത്രയും പോർഷൻ പിന്നീട് പതുക്കെ എന്ത് ചെയ്യും? ഇതിൽ നിന്നങ്ങ് ഒറ്റപ്പെട്ടങ്ങ് മാറും. അങ്ങനെ രൂപം കൊള്ളുന്ന ഈ തടാകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നു. ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇതിനെ മിയാൻഡറുകൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഈ ഉത്തര മഹാസമുദ്രത്തിൽ ധാരാളം എക്കൽ വീശറികൾ കാണപ്പെടുന്നു. ഉത്തര മഹാസമുദ്രത്തിൽ ധാരാളം
മിയാൻഡറുകളും ഓക്സ്ബോ ലേക്കുകളും എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നു. മാത്രമല്ല ധാരാളം ഡെൽറ്റകളും എവിടെ കാണപ്പെടുന്നു, ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്നു. എന്താ ഡെൽറ്റ? നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന ത്രികോണാകൃതിയിലുള്ള താൽക്കാലിക മൺതിട്ടകളെയാണ് നമ്മൾ ഡെൽറ്റ എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ, ഈ നദി ഉത്തര മഹാസമുദ്രത്തിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, നദിയുടെ വേഗത കുറയുന്നു. എന്നിട്ട് ഒരുപാട് നിക്ഷേപങ്ങൾ വഹിച്ചുകൊണ്ടാണ് നദി എന്ത് ചെയ്യുന്നത്, താഴേക്ക് വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളെ നദിക്ക് പിന്നെ ഫ്രണ്ടിലോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ നദി അതിൻ്റെ ഫ്രണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് ചാലുകളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് പോയിട്ട് നേരെ എവിടെ പോയി മെർജ് ചെയ്യും, കടലിൽ പോയിട്ട് അങ്ങ് മെർജ് ചെയ്യും. അപ്പോൾ ഈ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളെ എന്ത് ചെയ്യും, ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഈ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഡെൽറ്റ എന്നൊക്കെ നമ്മൾ പറയുന്നത്. സോ ഉത്തര മഹാസമുദ്രത്തിൽ ധാരാളം എന്തും കാണപ്പെടുന്നു, ഡെൽറ്റകൾ കാണപ്പെടുന്നു. സോ ഡെൽറ്റകൾ കൂടുതൽ കാണപ്പെടുന്നു, ഓക്സ്ബോ ലേക്കുകൾ കാണപ്പെടുന്നു, മിയാൻഡറുകൾ കാണപ്പെടുന്നു. മാത്രമല്ല എക്കൽ വീശരികളും എവിടെ കാണപ്പെടുന്നു, ഉത്തര മഹാസമുദ്രത്തിൽ കാണപ്പെടുന്നു. ക്ലിയർ ആണ്. ഇത് ഉത്തര മഹാസമുദ്രത്തിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, ഏതൊക്കെയാണ്? രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം. ഇത് ഉത്തര മഹാസമുദ്രത്തിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷനാണ്. അപ്പോൾ പണ്ടൊക്കെ ഇത് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു, പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ അതിൻ്റെ ലാറ്റിറ്റ്യൂഡിനൽ ഡിവിഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. എന്നാലേ നമുക്ക് അവിടെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്തര മഹാസമുദ്രത്തിൻ്റെ എന്ത് ഡിവിഷനാണ്, ലാറ്റിറ്റ്യൂഡിനൽ ഡിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കേ, ഹിമാലയത്തിന് 3 റേഞ്ചുകളുണ്ട്. സോ ഹിമാലയത്തിൻ്റെ 3 നിരകളാണ്. ഒന്ന് ഹിമാദ്രി, കണ്ടായിരുന്നു? ഒന്ന് ഹിമാദ്രി, രണ്ടാമത്തേത് ഹിമാചലാണ്. ഹിമാചലാണ്. മൂന്നാമത്തേത് വന്നിട്ട് ശിവാലിക്കാണ്. അങ്ങനെ ഹിമാലയാസിന് എത്ര നിരകളുണ്ട്? 3 നിരകളുണ്ട്. ഒന്നാമത്തേത് ഹിമാദ്രി, രണ്ടാമത്തേത് ഈ കാണുന്ന ഹിമാചൽ, മൂന്നാമത്തേത് ശിവാലിക്കാണ്. ഓക്കെ, ശിവാലിക്. അപ്പോൾ നോക്കുക, ഏറ്റവും അധികം നദികൾ ഉത്ഭവിക്കുന്ന ഹിമാലയൻ നിര ഹിമാദ്രിയാണ്. സോ ഹിമാദ്രിയിൽ നിന്ന് ഒരു നദി ഉത്ഭവിച്ച് ഇങ്ങനെ താഴേക്ക് ഒഴുകി വരികയാണെന്ന് സങ്കല്പിക്കാം. ഹിമാദ്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു നദി ഉത്ഭവിച്ച് താഴേക്ക് ഒഴുകി വരികയാണ്. അപ്പോൾ ഒരുപാട് നിക്ഷേപങ്ങളെ വഹിച്ചുകൊണ്ടാണ് ഈ നദി താഴേക്ക് വരുന്നത്, അല്ലെ? ഒത്തിരി ഹിമാലയൻ നദികളുടെ പ്രത്യേകതയാണ് അവ ഒരുപാട് അവസാദങ്ങൾ എന്ത് ചെയ്യുന്നു, വഹിക്കുന്നു. അങ്ങനെ ഒരുപാട് നിക്ഷേപങ്ങളെ വഹിച്ചുകൊണ്ട് ഈ നദി താഴേക്ക് വരുന്നു. ഇതിൽ നദികൾ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളിൽ ഭാരമേറിയ വസ്തുക്കളെ ശിവാലിക്കിന് താഴെ ഇങ്ങനെ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. നദികൾ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളിൽ ഭാരമേറിയ വസ്തുക്കളെ ശിവാലിക്കിന് താഴെ ഇങ്ങനെ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ റീജൻ അറിയപ്പെടുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നു, ഭാബർ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഭാബർ. സോ ശിവാലിക്കിന് താഴെയുള്ള കല്ലുകൾ നിറഞ്ഞ ഈ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ഭാബർ. ശിവാലിക്കിന് താഴെയുള്ള കല്ലുകൾ നിറഞ്ഞ ഈ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ഭാബർ എന്ന് അറിയപ്പെടുന്നു. ഏതാണ്ട് 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വെട്ടിലാണ് ആര് കാണപ്പെടുന്നത്, ഭാബർ കാണപ്പെടുന്നത്. സോ 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വീതിയിലാണ് ഭാബർ എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. അപ്പോൾ നോക്കുക, ഈ ഭാബർ റീജന്റെ പ്രത്യേകതയാണ് ഇത് കല്ലുകൾ നിറഞ്ഞൊരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എത്തുമ്പോൾ നദി താഴേക്ക് കല്ലുകളുടെ ഇടയിലൂടെ അങ്ങ് ഒഴുകാൻ തുടങ്ങും, അല്ലേ? നദി കല്ലിൻ്റെ ഇടയിലൂടെ അങ്ങ് ഒഴുകാൻ തുടങ്ങും. നമ്മൾ മേലിൽ നിന്ന് നോക്കിയാൽ നമുക്ക് എന്ത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, കല്ല് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ നദി ഇതിൻ്റെ ഇടയിലൂടെ എന്ത് ചെയ്യും, താഴെ കൂടെ ഒഴുകി അങ്ങ് പോകും. അപ്പോൾ നദികൾ ഭൂമിയിലേക്ക് അപ്രത്യക്ഷമാകുന്ന ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷൻ ഏതാണ്? സോ നദികൾ ഭൂമിയിലേക്ക് അപ്രത്യക്ഷമാകുന്ന ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണത്, ഭാബറാണ്. ഓക്കെ, അപ്പോൾ നദികൾ അപ്രത്യക്ഷമാകുന്ന ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷൻ ഭാബറാണ്. മനസ്സിലാക്കുക, ഈ ഭാബർ റീജനിൽ ഫലഭൂവിഷ്ടി എന്തായിരിക്കും, കുറവായിരിക്കും. കാര്യം കല്ലുകൾ നിറഞ്ഞ പ്രദേശമാണ്. സോ ഫലഭൂവിഷ്ടി കുറവാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ കൃഷി ഉണ്ടാകുമോ? ഇല്ല, ഉണ്ടാവത്തില്ല. സോ കൃഷിയൊന്നും കാണപ്പെടാത്ത ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷൻ ഭാബറാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വനസമ്പത്ത് കാണപ്പെടുമോ? ഇല്ല, കാണപ്പെടത്തില്ല. സോ ഫലഭൂവിഷ്ടി ഇല്ലാത്ത, കൃഷിയില്ലാത്ത, വനസമ്പത്ത് കാണപ്പെടാത്ത ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷൻ ഭാബറാണ്.
നദികൾ ഭൂമിയിലേക്ക് അപ്രത്യക്ഷമാകുന്ന ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷനും ഭാബറാണ്. 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വീതിയിലാണ് ഭാബർ കാണപ്പെടുന്നത്. ഓക്കെയാണ്, ക്ലിയർ ആണ്. മാത്രമല്ല ഹിമാലയത്തിലേക്കുള്ള ചവിട്ടുപടി അല്ലെങ്കിൽ ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയ എന്നൊക്കെ ഭാബർ അറിയപ്പെടുന്നു. ഭാബർ ഇല്ലെങ്കിൽ ഓപ്ഷനകത്ത് ശിവാലിക് കാണും കേട്ടോ, ശിവാലിക്. സോ ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്നത് ഭാബർ അല്ലെങ്കിൽ ശിവാലിക്കാണ്. കിട്ടിയായിരുന്നു. നെക്സ്റ്റ് വൺ അടുത്ത് ഈ ഭാബറിന് താഴെയുള്ള സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ഈ ചതുപ്പ് പ്രദേശത്തെയാണ് നമ്മൾ ടെറായ് റീജൻ എന്നൊക്കെ പറയുന്നത്. സോ ഭാബറിന് താഴെ സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ഈ ചതുപ്പ് പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ടെറായ് റീജൻ എന്നൊക്കെ പറയുന്നു. ടെറായ് റീജൻ, ഭാബറിന് താഴെ സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ഈ ചതുപ്പ് പ്രദേശമാണ് ടെറായ് റീജൻ. ഏതാണ്ട് 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വിട്ടിലാണ് ആര് കാണപ്പെടുന്നത്? 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിലാണ് ടെറായ് റീജൻ കാണപ്പെടുന്നത്. അപ്പോൾ ഭാബറിന് താഴെ സസ്യജന്തുജാലങ്ങൾ, നൈസർഗിക സസ്യജന്തുജാലങ്ങൾ തഴച്ചു വളരുന്ന വനസമ്പത്ത് കാണപ്പെടുന്ന ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷനാണ് ടെറായ് റീജൻ. ഓക്കെ, ടെറായ് റീജൻ. നെക്സ്റ്റ് വൺ, ഈ ടെറായ് റീജന്റെ ഒരു പ്രത്യേകത, നേരത്തെ ഭൂമിയിലേക്ക് ആണ്ടുപോയ നദികൾ മുഴുവനും റീ എമർജ് ചെയ്തു വരുന്ന, വീണ്ടും പൊന്തി വരുന്ന ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷൻ ടെറായ് റീജൻ ആണ്. അപ്പോൾ നദികൾ റീ എമർജ് ചെയ്തു വരുന്ന ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷൻ ടെറായ് റീജൻ ആണ്. ക്ലിയർ ആണ്. മാത്രമല്ല ഇന്ത്യ വിഭജന കാലത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ കൊണ്ട് സെറ്റിൽ ചെയ്തതും ഏത് റീജനിലാണ്? ടെറായ് റീജനിലാണ്. ഓക്കെ, സോ ഭാബറിന് താഴെ സസ്യജന്തുജാലങ്ങൾ, വനസമ്പത്ത് കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങൾ തഴച്ചു വളരുന്ന ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷനാണ് ടെറായ് റീജൻ. ഒരു ചതുപ്പ് പ്രദേശമാണ്. മാത്രമല്ല ഇന്ത്യ വിഭജന കാലത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ സെറ്റിൽ ചെയ്തതും ഏത് റീജനിലാണ്? ടെറായ് റീജനിലാണ്. ഓക്കെയാണ്. നെക്സ്റ്റ് വൺ, ഇവിടെ നൈസർഗിക സസ്യജന്തുജാലങ്ങൾ, വനസമ്പത്തൊക്കെ കാണപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് നദികൾ വീണ്ടും എന്ത് ചെയ്യും? താഴേക്ക് വരും. ഒരുപാട് ഫലഭൂയിഷ്ടമായ പുതിയ അലൂവ്യത്തെ, ഒരുപാട് ഫലഭൂയിഷ്ടമായ എക്കലിനെ വീണ്ടും വഹിച്ചുകൊണ്ടാണ് നദി എന്ത് ചെയ്യുന്നത്? നദി താഴേക്ക് വരുന്നത്. അപ്പോൾ നദി ഒരുപാട് ഫലഭൂയിഷ്ടമായ പുതിയ എക്കലിനെ വഹിച്ചുകൊണ്ട് നദി താഴേക്ക് വരുന്നു. സോ നദികൾ കൊണ്ടുവരുന്ന ഈ ഫലഭൂയിഷ്ടമായ പുതിയ എക്കലിനെ നദിയുടെ രണ്ട് ഭാഗത്തുമായിട്ട് അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും. നദികൾ കൊണ്ടുവരുന്ന ഫലഭൂവിഷ്ടമായ ഈ പുതിയ എക്കലിനെ നദിയുടെ രണ്ട് ഭാഗത്തുമായിട്ട് അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട ഈ ഫലഭൂവിഷ്ടമായ പുതിയ എക്കൽ അറിയപ്പെടുന്ന പേരാണ്, അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട ഈ ഫലഭൂവിഷ്ടമായ പുതിയ എക്കൽ അറിയപ്പെടുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നു? ഖാദർ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഖാദർ എന്ന് അറിയപ്പെടുന്നു. ഇവിടെയും എന്താണ്? ഖാദറാണ്. ഓക്കെ, ഖാദർ. സോ എന്താണ് ഖാദർ എന്ന് ചോദിച്ചാൽ, ഫലഭൂവിഷ്ടമായ പുതിയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഖാദർ എന്നറിയപ്പെടുന്നു. ഫലഭൂവിഷ്ടമായ പുതിയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഖാദർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഫലഭൂവിഷ്ടമായ പുതിയ എക്കൽ മണ്ണ് വരുമ്പോൾ അവിടെ അത്രയും കാലം കൃഷിയെല്ലാം ചെയ്ത് ഫലഭൂവിഷ്ടിയെല്ലാം കുറഞ്ഞ ആ പഴയ എക്കൽ മണ്ണിനെ ഇത് തള്ളി എന്ത് ചെയ്യും? പുറകിലേക്ക് മാറ്റും. അവിടെ കൃഷിയെല്ലാം ചെയ്ത് ഫലഭൂവിഷ്ടിയെല്ലാം കുറഞ്ഞ ആ പഴയ എക്കൽ മണ്ണിനെ ഇത് തള്ളി എന്ത് ചെയ്യുന്നു? പതുക്കെ പുറകിലേക്ക് അങ്ങ് മാറ്റുന്നു. അങ്ങനെ പുറകിലേക്ക് മാറ്റപ്പെട്ട ഈ പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നു? ഭംഗർ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഭംഗർ എന്തെന്നറിയപ്പെടുന്നതാ? ഭംഗർ എന്ന് അറിയപ്പെടുന്നു. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, എക്കൽ മണ്ണിൻ്റെ രണ്ട് ഡിവിഷൻസ് ആണ്. അലൂവിയൽ സോയിലിൻ്റെ രണ്ട് ഡിവിഷൻസ് ആണ്. ഒന്ന് ഖാദർ, രണ്ടാമത്തേത് ഭംഗർ. എന്താ ഖാദർ? ഫലഭൂവിഷ്ടമായ പുതിയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഖാദർ എന്നറിയപ്പെടുന്നു. ഫലഭൂവിഷ്ടി കുറഞ്ഞ പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഭംഗർ എന്നും അറിയപ്പെടുന്നു. ക്ലിയർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. ഉത്തര മഹാസമുദ്രത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. മാത്രമല്ല നെൽകൃഷിക്കും ഗോതമ്പ് കൃഷിക്കും എല്ലാം തന്നെ ഏറ്റവും അനുയോജ്യമായ മണ്ണും ഏത് തന്നെയാണ്? എക്കൽ മണ്ണാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഉത്തര മഹാസമുദ്രത്തിലെ 4 ഡിവിഷൻസ് വരുന്നത്. അങ്ങനെ ഉത്തര മഹാസമുദ്രത്തിലെ 4 ഡിവിഷൻസ് ആണ്. ഒന്നാമത്തേത് ഭാബർ, രണ്ടാമത്തേത് ടെറായ്,
മൂന്നാമത്തേത് ഭംഗർ, നാലാമത്തേത് ഖാദർ. ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഈ 4 ഡിവിഷൻസിനെ വടക്ക് നിന്ന് തെക്കോട്ട് അലൈൻ ചെയ്താൽ, 4 ഡിവിഷൻസിനെ വടക്ക് നിന്ന് തെക്കോട്ട് അലൈൻ ചെയ്താൽ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? ഏറ്റവും മേളിൽ ബാബർ വരും, ബാബറിന് താഴെ ടറായി വരും, ടറായിക്ക് താഴെ ഭംഗർ വരും, ഭംഗറിന് താഴെ ഖാദർ വരും. അങ്ങനെയാണ് ഓർഡർ വരുന്നത്, ശരിയല്ലേ? ബാബർ, ടറായ്, ഭംഗർ, ഖാദർ. ഓക്കെ, ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ, ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ഡിവിഷൻ ഏതാണ്? സോ ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ഡിവിഷൻ അത് ഗംഗാ സമതലമാണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ഡിവിഷൻ ഏതാണെന്ന് വെച്ചാൽ അത് ഭംഗറാണ്. സോ ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ഡിവിഷൻ ഭംഗറാണ്. എന്തുകൊണ്ട് ഭംഗറായി എന്ന് ചോദിച്ചാൽ, നോക്കേ, ഈ ഖാദർ കുറച്ചു കാലം കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ഭംഗറായിട്ട് മാറും, അല്ലേ? പുതിയ എക്കൽ മണ്ണ് കുറച്ചു കാലം കഴിയുമ്പോൾ കൃഷിയെല്ലാം ചെയ്ത് അതിൻ്റെ ഫലഭൂഷ്ടി എല്ലാം കുറഞ്ഞ് പഴയ എക്കൽ മണ്ണായിട്ട് മാറും. പക്ഷേ ഈ ഭംഗറിന് മാറ്റം ഉണ്ടോ? ഇല്ല, ഭംഗറിന് മാറ്റമില്ല. ഇത്രയും വർഷങ്ങൾ കൊണ്ട്, ഇത്രയും കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നിക്ഷേപിച്ച ആ പഴയ എക്കൽ മണ്ണെല്ലാം അവിടെ അങ്ങനെ കിടക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ഡിവിഷൻ ആരാണ്? അത് ഭംഗറാണ്. ഓക്കെ, ഉത്തര മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ഡിവിഷൻ ഭംഗറാണ്. ഇനി നെക്സ്റ്റ് വൺ, നദിയോട് ചേർന്ന് കിടക്കുന്ന ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷൻ. നദിയോട് ചേർന്ന് കിടക്കുന്ന ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷൻ അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സാധ്യത കൂടുതലുള്ള ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷൻ. സോ നദിയോട് ചേർന്ന് കിടക്കുന്ന ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷൻ അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സാധ്യത കൂടുതലുള്ള ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷൻ ആരാണത്? ഖാദറാണ്. ഖാദർ. കാര്യം നോക്കി, ഇവിടെ ഖാദർ നദിയോട് ചേർന്നാണ് കിടക്കുന്നത്. സോ ഫ്ലഡിന്റെ പ്രോക്സിമിറ്റി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ നദിയോട് ചേർന്ന് കിടക്കുന്ന വെള്ളപ്പൊക്ക സാധ്യത കൂടുതലുള്ള ഉത്തര മഹാസമുദ്രത്തിലെ ഡിവിഷൻ ആരാണ്? അത് ഖാദറാണ്. ഓക്കെ, ഖാദർ. ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഉത്തര മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട ഡിവിഷനുകൾ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി ഒരു വാക്ക് കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക, ഡോബ് എന്ന വാക്ക്. ഓക്കെ, ഡോബ്. സോ ഡോബ് എന്ന് വെച്ചാൽ, ഡോബ് ഇത്രയേ ഉള്ളൂ, ഒരു റിവർ സിസ്റ്റത്തിലെ 2 നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം. ഒരു റിവർ സിസ്റ്റത്തിലെ 2 നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഡോബ് എന്ന് പറയുന്നത്. സോ ഒരു റിവർ സിസ്റ്റത്തിലെ 2 നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ഡോബ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിനകത്ത് ഒരു 4 ഡോബുകളെ പറയുന്നുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. സോ നോക്കാം, ഇവിടെ ഫസ്റ്റ് വൺ നമുക്കറിയാം, സിന്ധുവിൻ്റെ പോഷക നദികളാണ് സത്ലജ്, ബിയാസ്, രവി, ചിനാബ്, ചലം. സത്ലജ്, ബിയാസ്, രവി, ചിനാബ്, ചലം സിന്ധുവിൻ്റെ പോഷക നദികളാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ സത്ലജിനും ബിയാസിനും ഇടയ്ക്കുള്ള ഡോബാണ്. സത്ലജിനും ബിയാസിനും ഇടയ്ക്കുള്ള ഡോബാണ് ബിസ്ത ഡോബ്. സത്ലജിനും ബിയാസിനും ഇടയ്ക്കുള്ള ഡോബാണ് ബിസ്ത ഡോബ്, അല്ലെങ്കിൽ ബിസ്ത് ഡോബ് എന്നും പറയും, ബിസ്ത ഡോബ്. അത് കഴിഞ്ഞ ബിയാസിനും രവിക്കും ഇടയ്ക്കുള്ള ഡോബാണ് ബാരി ഡോബ്. ബിയാസിനും രവിക്കും ഇടയ്ക്കുള്ള ഡോബ് ബാരി ഡോബാണ്. ഓക്കെ, ബാരി ഡോബ്. അടുത്ത രവിക്കും ചിനാബിനും ഇടയ്ക്കുള്ള ഡോബാണ് രചന ഡോബ്. രവിക്കും ചിനാബിനും ഇടയ്ക്കുള്ള ഡോബാണ് രചന ഡോബ്. അപ്പോൾ സത്ലജിനും ബിയാസിനും ഇടയ്ക്ക് ബിസ്ത ഡോബ്, ബിയാസിനും രവിക്കും ഇടയ്ക്ക് ബാരി ഡോബ്, രവിക്കും ചിനാബിനും ഇടയ്ക്ക് രചന ഡോബ്. ദെൻ ചിനാബിനും ചലത്തിനും ഇടയ്ക്ക് ജാബ് ഡോബാണ്. ഓക്കെ, ജാബ് ഡോബ് അല്ലെങ്കിൽ ജാജ് ഡോബ് എന്നും പറയാം. ജാജ് ഡോബ് അല്ലെങ്കിൽ ജാബ് ഡോബ് എന്നൊക്കെ പറയാം. സോ ചിനാബിനും ചലത്തിനും ഇടയ്ക്ക് ജാജ് ഡോബാണ്. ഇനി ചലത്തിനും സിന്ധുവിനും ഇടയ്ക്ക് ഉള്ള ഡോബാണ് സിന്ധ് സാഗർ ഡോബ്. സോ സത്ലജിനും ബിയാസിനും ഇടയ്ക്ക് ബിസ്ത് ഡോബ്, ബിയാസിനും രവിക്കും ഇടയ്ക്ക് ബാരി ഡോബ്, രവിക്കും ചിനാബിനും ഇടയ്ക്ക് രചന ഡോബ്, ചിനാബിനും ചലത്തിനും ഇടയ്ക്ക് ചാഷ് ഡോബ്, ദെൻ ചലത്തിനും സിന്ധുവിനും ഇടയ്ക്ക് സിന്ധ് സാഗർ ഡോബ്. അപ്പോൾ ഇത്രയുമാണ് ഉത്തര മഹാസമുദ്രത്തിൻ്റെ പ്രധാന പോയിന്റ്സ് വരുന്നത്. ഇത്രയും ക്ലിയർ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. അതിനകത്ത് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഈ ഫിഗർ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നിങ്ങൾ അറിയാതെ മക്കളെ ഒരൊറ്റ നോട്ടിഫിക്കേഷൻ പോലും പോകത്തില്ല. അതായത് PSC ആയാലും SSC ആയാലും റെയിൽവേ ആയാലും ഫുഡ് കോർപ്പറേഷൻ ആയാലും ദെൻ LIC ആയാലും ഹൈക്കോർട്ട് ആയാലും പോസ്റ്റ് ഓഫീസ് ആയാലും എന്ത് നോട്ടിഫിക്കേഷൻ വന്നാലും ആ നോട്ടിഫിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. എല്ലാ ലാസ്റ്റ് ഡേറ്റും നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. നിങ്ങളറിയാതെ ഒരു കൺഫർമേഷൻ ഡേറ്റ് പോലും എന്ത് ചെയ്യത്തില്ല, മിസ്സാക്കത്തില്ല. മാത്രമല്ല ഒരുപാട് കണ്ടൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കും. ഓക്കെ, ഏറ്റവും മികച്ച ക്വാളിറ്റി ക്ലാസ് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതാണ് മെയിൻ കാര്യം. ഓക്കെ,
അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇനി അങ്ങോട്ട് ഒരുപാട് എക്സാംസ് വരാൻ പോവുകയാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കുകളായിട്ട് പതുക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ തീർക്കുക. എത്രത്തോളം ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് മൊത്തം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ്? അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.